BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ രൂക്ഷ വിമർശനവുമായി NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. സമുദായ സംഘടനകളുടെ തിണ്ണ നിറങ്ങില്ല എന്ന് പ്രഖ്യാപിച്ച സതീശൻ സഭാ സിനഡ് യോഗം ചേർന്നപ്പോൾ അവിടെ പോയത് തിണ്ണ നിറങ്ങാനല്ലേ എന്ന് സുകുമാരൻ നായർ ചോദിച്ചു. വെള്ളാപ്പള്ളി നടേശന്റെ കടുത്ത വിമർശനങ്ങൾക്ക് പിന്നാലെയാണ് NSS നേതൃത്വവും സതീശനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. പിന്നാലെ വർഗീയതയുടെ കൂടാരത്തിൽ കൂടിയിരിക്കുന്നവർക്ക് തന്നെ വിമർശിക്കാൻ അർഹതയില്ല എന്ന് സതീശൻ തിരിച്ചടിച്ചു. താൻ സിനഡ് യോഗത്തിൽ പോയത് സമുദായ നേതാവായിട്ടല്ല, മറിച്ച് ജനപ്രതിനിധിയായിട്ടാണെന്നും സമുദായ നേതാക്കളുടെ തിണ്ണ നിറങ്ങില്ല എന്ന തന്റെ പഴയ നിലപാടിൽ ഇപ്പോഴും മാറ്റമില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. സമുദായ നേതാക്കൾക്കല്ല, മറിച്ച് പൊതുസമൂഹത്തിനാണ് രാഷ്ട്രീയത്തിൽ പരമാധികാരമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വർഗീയതയ്ക്കെതിരെ സംസാരിക്കാൻ സതീശന് എന്ത് യോഗ്യതയാണുള്ളതെന്ന് സുകുമാരൻ നായർ ആരാഞ്ഞു. തനിക്കെതിരെയും സതീശൻ അനാവശ്യമായ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. സതീശനെ കോൺഗ്രസ് ഇത്തരത്തിൽ അഴിച്ചുവിട്ടിരിക്കുന്നത് ശരിയല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സമുദായ നേതാക്കളെ അവഗണിച്ചുകൊണ്ടുള്ള സതീശന്റെ നീക്കങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് NSS അറിയിച്ചത്. NSS SNDP ഐക്യത്തെക്കുറിച്ചുള്ള വെള്ളാപ്പള്ളി നടേശന്റെ നിലപാട് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് സുകുമാരൻ നായർ വ്യക്തമാക്കി. സമുദായങ്ങൾക്കിടയിൽ ഐക്യം അനിവാര്യമാണ്, എന്നാൽ ഐക്യ നീക്കം തടഞ്ഞത് മുസ്ലിം ലീഗാണെന്ന വെള്ളാപ്പള്ളിയുടെ ആരോപണം അദ്ദേഹം തള്ളി. മുൻപ് സംവരണ വിഷയത്തിലുള്ള അഭിപ്രായ വ്യത്യാസമാണ് ഐക്യത്തിന് തടസ്സമായതെന്നും എന്നാൽ ഇപ്പോൾ അത്തരം തടസ്സങ്ങളില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അടിസ്ഥാന മൂല്യങ്ങൾ നഷ്ടപ്പെടാതെ രാഷ്ട്രീയമല്ലാത്ത സമദൂര നിലപാടിൽ NSS ഉറച്ചു നിൽക്കും. വെള്ളാപ്പള്ളി ചർച്ചയ്ക്ക് തയ്യാറായാൽ NSS അതിനെ സ്വാഗതം ചെയ്യുമെന്നും അദ്ദേഹം അറിയിച്ചു. ഒരു നേതാവ് ഇവിടെ വന്ന് പോയ നേതാവ് NSSന്റെ മുഴുവൻ സഹായം വാങ്ങിച്ചിട്ട് ജയിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞെന്താണ്, സമുദായ സംഘടനകൾ തിണ്ണകയറി നിരങ്ങരുതെന്ന് പറഞ്ഞത്. എന്നിട്ടത് ഈ അടുത്ത ദിവസം എന്തോന്നു ചെയ്തു, ഈ വലിയ തത്വം പറയുന്നവര് കനാനായ സഭയുടെ തിരുമേനി ആരെ കാണാൻ സിനഡ് കൂടിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ ചെന്ന് കാലേ വീണു. എന്തിനാ അങ്ങതേ പോയ, എന്തിനാ പോയത്? അപ്പൊ അതുകൊണ്ട് അതൊന്നും പറയാൻ ആൾക്കാർക്ക് യോഗ്യതയൊന്നുമില്ല. അല്ല, അത് അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്നെ അദ്ദേഹം എന്തെല്ലാം പറഞ്ഞിരിക്കുന്നു, എൻ്റെ സ്ഥാനമോ എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ മാന്യതയോ നോക്കാതെ തന്നെ അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇല്ലാന്ന് പറയത്തില്ല, പക്ഷെ ഞങ്ങളത് ക്ഷമിച്ചു. കാരണം എന്താണെന്ന് അറിയാം, പ്രായത്തിൽ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ കസേരയിലേക്ക് ഇരിക്കുന്ന ആ സ്ഥിതിക്ക് നമ്മളതിന് മറുപടി പറയുന്നത് ശരിയല്ല. നമ്മളത് ഓർക്കണം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പ്രബല സമുദായ സംഘടനകളെ അകറ്റുന്ന സമീപനത്തിൽ കോൺഗ്രസിനുള്ളിലും എതിർപ്പുണ്ട്. വിഷയത്തിൽ പ്രമുഖ നേതാക്കൾ തുടരുന്ന മൗനം ഇതിന്റെ സൂചനയാണ്. പ്രതിപക്ഷ നേതാവിന്റെ നിലപാടുകളോട് നേരത്തെ തന്നെ വിമർശനമുള്ള സമുദായ നേതാവാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. അതിനൊപ്പം NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ കൂടി ചേർന്നതോടെ വി.ഡി. സതീശനെതിരെ സമുദായ മുന്നണി തന്നെ രൂപപ്പെട്ടിരിക്കുകയാണ്. സമുദായങ്ങളുടെ തിണ്ണ നിറങ്ങാൻ പോകരുതെന്ന സതീശന്റെ പഴയ പ്രതികരണത്തിലുള്ള നീരസം വ്യക്തമാക്കിയ സുകുമാരൻ നായർ കോൺഗ്രസിന് ചില മുന്നറിയിപ്പുകളും നൽകുന്നുണ്ട്. സമുദായ സംഘടനകളുമായി സതീശൻ പുലർത്തുന്ന അകൽച്ചയിൽ KPCCയിലെ ഒരു വിഭാഗത്തിന് അതൃപ്തിയുണ്ട്. NSS ആസ്ഥാനത്ത് രമേശ് ചെന്നിത്തലയെ പോലെയുള്ള നേതാക്കൾക്ക് ലഭിക്കുന്ന സ്വീകാര്യത സതീശൻ ഇല്ല എന്നത് അദ്ദേഹത്തിന്റെ പരാജയമായി വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. വെള്ളാപ്പള്ളിയുടെ നിലപാടുകളോട് ചേർന്ന് നിൽക്കുന്ന സമീപനത്തിലേക്ക് സുകുമാരൻ നായർ കൂടി വന്നതോടെ കോൺഗ്രസ് നേതൃത്വത്തിൽ ആശങ്ക വർദ്ധിക്കുകയാണ്. വെള്ളാപ്പള്ളി NSS വിഷയത്തിൽ സതീശൻ സ്വീകരിക്കുന്ന സമീപനങ്ങളോട് വിമർശനമുണ്ട്. വിഷയത്തിൽ പ്രതികരിച്ച K. മുരളീധരനും പ്രകടമായി സതീശനെ പിന്തുണച്ചില്ല എന്നതും ശ്രദ്ധേയമാണ്. എന്നാൽ സതീശന്റെ നിലപാടുകൾക്ക് പൊതുസമൂഹത്തിലും നവമാധ്യമങ്ങളിലും സ്വീകാര്യതയുണ്ടെന്നാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും SNDP NSS സഹകരണത്തിന് വീണ്ടും കളമൊരുങ്ങുകയാണ്. ഐക്യം അനിവാര്യമെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ഇരു സംഘടനകളെയും തമ്മിൽ തല്ലിച്ചത് മുസ്ലിം ലീഗാണ്. സഹകരണത്തിനായി SNDP മുൻകൈ എടുക്കണമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.